മനുഷ്യൻ്റെ മനസ്സിനെ കൊണ്ട് ഒരിക്കലും ചിന്തിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യം, അതായത് മനുഷ്യൻ്റെ തിങ്കിങ് എബിലിറ്റിക്കും മനുഷ്യൻ്റെ ഭാവനകൾക്കും തിങ്കിങ് കപ്പാസിറ്റിക്കും അതീതമായിട്ടുള്ളൊരു കൺസെപ്റ്റ് എങ്ങനെയാണ് സ്പേസ് ഉണ്ടായത് എന്നുള്ളത്. അതായത് ഞാനിപ്പോൾ ഒരു ബലൂൺ ഈ റൂമിലിരുന്ന് വീർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂം ഉള്ളത് കൊണ്ടാണ് എനിക്ക് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഒക്കുകയുള്ളൂ. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു ഇരുട്ടിനുള്ളിലേക്ക് ഒരു വെളിച്ചം വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ നടക്കുന്നതായിട്ടോ സ്പേസിൽ ഇരുന്നിട്ടാണ് ആ ഒരു എക്സ്പാൻഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇരുട്ടിലൊരു വെളിച്ചം വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഒരു സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഇരുട്ട് പോലും വരുന്നതും വെളിച്ചം വരുന്നതും. അപ്പോൾ നമുക്കത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഭാവന ചെയ്തെടുത്തെന്ന് പറഞ്ഞാലും നമുക്കത് തിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൈൻഡ് ഫക്ക്. സ്പേസും സമയവും ഒരേ സമയത്താണ് ഉണ്ടായത്. ബിഗ് ബാങ്ങിൻ്റെ സമയത്താണ് എക്സ്പാൻഷനാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പലരും ചോദിക്കാനുള്ള ചോദ്യമാണ്, ബിഗ് ബാങ്ങിന് മുന്നേ എന്തായിരുന്നു? ആ ഒരു സ്പേസ് അപ്പോൾ എവിടെയായിരുന്നു? അപ്പം ബിഗ് ബാങ്ങിന് മുന്നേ എന്ന് പറയുന്നൊരു സംഭവമില്ല. കാരണം സമയം പോലും ഉണ്ടാകുന്നത് ആ ഒരു സമയത്താണ്. അപ്പം ദാറ്റ് ഈസ് എ റോങ് ക്വസ്റ്റ്യൻ. അതുപോലെ എവിടെയാണ് സ്പേസ് ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെയാണെന്നുള്ളത് അതും ഒരു റോങ് ക്വസ്റ്റ്യനാണ്. എല്ലായിടത്തുമാണ് സ്പേസ് ക്രിയേറ്റ് ആയത്. അതായത് അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഇങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തങ്ങൾ വെച്ചിട്ട് കാൽക്കുലേഷൻ വെച്ചിട്ട് ചിലപ്പോൾ ഇത് മാറാം. ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാമെന്നിട്ടും നമ്മുടെ ബ്രെയിനിന് ഇത് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം യൂണിവേഴ്സ് യൂണീക്ക് ആയതുകൊണ്ടാണ്. നമുക്ക് കാണാത്തൊരു കാര്യം ഇമാജിൻ നമ്മൾ പലപ്പോഴും ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ അത് നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തുമായിട്ടെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. യൂണിവേഴ്സിനെ പോലെ യൂണിവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിത് വേറൊരു കാര്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ നമുക്കത് ചിന്തിച്ചെടുക്കാനോ നമ്മളെ കൊണ്ട് പറ്റാത്തത് അതുകൊണ്ടാവാം.